Good morning, students. We are discussing about the topic infrastructure. We know that infrastructure is divided into two: economic infrastructure and social infrastructure. We already completed the discussion about economic infrastructure and social infrastructure. Today we are going to discuss about the topic medical tourism. Medical tourism means tourism for medical treatment. In former days, Indians go to foreign countries for medical treatment. Now, foreigners came to India for treatment. What are the reasons for this? First one is India has highly well developed medical infrastructure facilities. There are several specialized doctors in India. The cost of medical treatment is very low in India compared to foreign countries. We have a well developed pharmaceutical industry. The expenditure on medical treatment is very less and cost of medicine is very low in India. These are the important reasons for foreigners came to India for medical treatment. നമുക്കറിയാം മെഡിക്കൽ ടൂറിസം ഇന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ ടൂറിസം. വിദേശികൾ പലരും തന്നെ ഇന്ത്യയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റം? ആദ്യം മുൻകാലങ്ങളിൽ നമുക്കറിയാം ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു. പക്ഷെ ഇന്ന് അത് തിരിച്ചാണ് നടക്കുന്നത്. വിദേശികൾ ഇന്ത്യയിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഒന്ന്, ഇന്ത്യയിൽ വളരെയധികം ഡെവലപ്ഡായ നല്ല ഒരു മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ചികിത്സാ ചെലവ് വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇവിടെ മെഡിസിൻസിന് വളരെ വില കുറവാണ്. അതുപോലെ തന്നെ നല്ല ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, മരുന്ന് ഉൽപ്പാദന വ്യവസായം, അത് ഇന്ത്യയിൽ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു വിദേശ രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ചിലവ് ഇന്ത്യയിൽ വളരെ കുറവാണ്. നല്ല സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇന്ത്യയിൽ ലഭ്യമാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ ടൂറിസം ഇന്ന് വളരെയധികം പുരോഗതി പ്രാപിക്കാൻ കാരണം. The Indian system of medicine consists of 6 system of medicine that is known as Ayush. Indian system of medicine ISM consists of Ayurveda, Yoga, Unani, Siddha, Naturopathy and Homeopathy. This system of medicines is less expensive and Indian system of medicines have less side effects compared to allopathy. Indian system of medicine, അതായത് ISM എന്ന് നമുക്ക് ചുരുക്കി പറയാം, അത് 6 ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് ചേർന്നതാണ്. ഈ 6 ശാഖകളും ഒന്നിച്ചു ചേരുന്നതാണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. നെക്സ്റ്റ് we can discuss about the topic indicators of health and health infrastructure, a critical appraisal. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനെ ഒന്ന് വിമർശനാത്മകമായി വിലയിരുത്തുകയാണ്. The health status of a country is an indicator of the development of that country. The health status can be measured with the help of the indicators like life expectancy, mortality rate, nutrition level and incidence of diseases. Maternal mortality, infant mortality, life expectancy, incidence of diseases and the nutrition level.
These are the important categories through which we can measure the health structure of a country. India spent only 8% of her GDP for medical infrastructure. This is very low compared to the needs. ഇന്ത്യ വളരെയധികം വളർന്നു വരുന്ന ഒരു ഇക്കോണമിയാണ്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് നല്ല ആരോഗ്യമുള്ള ജനങ്ങൾ. ഈ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെഷർ ചെയ്യാനുള്ള, അളക്കാനുള്ള സൂചകങ്ങളാണ് ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങൾ, അവിടുത്തെ പോഷകാഹാരത്തിൻ്റെ ലഭ്യത, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമ്മൾ അളക്കുന്നത്. ഇന്ത്യയിൽ വെറും 8.2% മാത്രമാണ്, GDPയുടെ 8.2% മാത്രമാണ് ഇന്ത്യ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന തുക മൊത്തം ആഭ്യന്തര വരുമാനത്തിൻ്റെ 8.2% മാത്രമാണ്. ഇത് വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണ്. With 17% of world population, India bears 20% of GBD, global burden of diseases. We know that in India there are 17% of world population. ലോക ജനസംഖ്യയുടെ 17% ജനങ്ങളും ഇന്ത്യയിലാണ് താമസിക്കുന്നത്. എന്നാൽ ലോകത്താകെയുള്ള രോഗങ്ങളുടെ 20% രോഗങ്ങളും ഇന്ത്യയിലാണ്. അപ്പോൾ ജനങ്ങളുടെ നമ്പറിനേക്കാൾ കൂടുതലാണ് അസുഖങ്ങളുടെ അളവ്. 17% of population lives in India and it bears 20% of diseases. Then GBD measures the number of premature deaths due to a particular disease. GBD means global burden of diseases. It measures the number of premature death. പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്ന ഒരവസ്ഥ അത് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് മലേറിയ, TB, ഡയറിയ എക്സെട്ര ആർ വെരി ഹൈ ഇൻ ഇന്ത്യ. പകർച്ചവ്യാധികളായ TB, മലേറിയ, അതുപോലെ തന്നെ ഡയറിയ എന്നീ അസുഖങ്ങൾ ഇന്ത്യയിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. Around 5 lakh children die of waterborne diseases and 2.2 lakh children die as a result of malnutrition. About 5 lakh children die as a result of waterborne diseases. ജലജന്യമായ അസുഖങ്ങൾ, ജലത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങൾ. നമുക്കറിയാം ഇവിടെ സേഫ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ലഭ്യത ഇന്ത്യയിൽ വളരെ കുറവാണ്. ധാരാളം ജനങ്ങൾ ഓപ്പൺ സോഴ്സസിന്, അതായത് കിണറുകളെയും പുഴകൾ, കിണറുകൾ, അതുപോലെ മറ്റു തോടുകൾ, ഇതൊക്കെയാണ് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി ആശ്രയിക്കുന്നത്. ഇതിലെ വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് മലിനമായ ജലം ഉപയോഗിക്കുന്നത് കൊണ്ട് പല രീതിയിലുള്ള അസുഖങ്ങളും വരുന്നു. ഏകദേശം 5 ലക്ഷം കുട്ടികളാണ് ഓരോ വർഷവും ജലജന്യ രോഗങ്ങൾ പിടിപെട്ട് മരിക്കുന്നത്. അതുപോലെ തന്നെ 2.2 lakh ഡൈ ഡ്യൂ ടു മാൽ ന്യൂട്രീഷൻ. 2.2 ലക്ഷം കുട്ടികൾ പോഷകാഹാരക്കുറവ് കൊണ്ടും ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഷോ ദാറ്റ് less than 20% of people use public health facilities. 20% ജനങ്ങളും ഉപയോഗിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയാണ്. അവർക്ക് നല്ല സ്വകാര്യ മേഖലയിൽ കിട്ടുന്ന നല്ല ട്രീറ്റ്മെൻറ്റൊന്നും ലഭ്യമല്ല. Only 38% of PHCs have doctors and medicines. നമുക്കറിയാം the number of sub-centers, health sub-centers, primary health centers, community health centers has increased tremendously. But these primary health centers have no doctors. Some of the primary health centers had no facilities like doctors, medicines, etc. Most of the people in rural areas depends on these hospitals
for their medical purpose, but these hospitals have no infrastructure facilities. Then rich, poor and urban rural divide. Rich, poor and urban rural divide in medical infrastructure. What you mean by rich, poor and urban rural? ഇവിടെയും അസമത്വം, റിച്ച് ആൻഡ് പുവർ, പാവങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ തുച്ഛമായ സൗകര്യങ്ങളാണ് ലഭിക്കുന്നുള്ളൂ. പണക്കാർക്ക് വേണ്ടതിലധികം സൗകര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ, ഹോസ്പിറ്റൽസും മെഡിസിൻസും എല്ലാം ലഭ്യമാണ് അർബൻ ഏരിയാസിൽ. എന്നാൽ റൂറൽ ഏരിയാസിൽ വളരെ കുറച്ച് സൗകര്യങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ. 70% of population lives in rural areas, but only 20% of hospitals are found in rural areas. We know that in India, about 70% of population lives in rural areas, but only 20% of hospital facilities are available in rural areas. 70% ജനങ്ങളും താമസിക്കുന്നത് റൂറൽ ഏരിയാസിലാണ്. എന്നാൽ ഇന്ത്യയിൽ വെറും 20% ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ മാത്രമേ റൂറൽ ഏരിയാസിലുള്ളൂ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങളും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. റൂറൽ ഇന്ത്യ വിത്ത് 70% ഓഫ് പോപ്പുലേഷൻ ഹാസ് ഓൺലി 50% ഓഫ് ഡിസ്പെൻസറീസ്. ഇനി ഡിസ്പെൻസറികളുടെ എണ്ണം എടുക്കുകയാണെങ്കിലും 70% ജനങ്ങൾ താമസിക്കുന്ന റൂറൽ ഏരിയാസിൽ 50% ഡിസ്പെൻസറികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അർബൻ ഏരിയാസിലാണ്. റൂറൽ ഏരിയാസ് ഹാവ് ഓൺലി 11% ഓഫ് ഹോസ്പിറ്റൽ ബെഡ്സ്, വൈൽ അർബൻ ഏരിയാസ് ഹാവ് 89%. ബെഡ്സ് എന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ റൂറൽ ഏരിയാസിൽ 11% പേർക്ക് മാത്രമേ 11% ജനങ്ങൾക്ക് മാത്രമേ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമുള്ളൂ. 89% കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും അർബൻ ഏരിയാസിലാണ്. PHCs in rural areas do not have the facilities like X-ray, ECG, surgery, etc. പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഈ സൗകര്യങ്ങളൊന്നുമില്ല. എക്സ്റേ സൗകര്യമില്ല, ECG സൗകര്യങ്ങളില്ല, അതുപോലെ മൈനർ സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ ഇല്ല. Rural health care does not offer specialized medical care. Rural health care do not provide specialized medical care. റൂറൽ ഏരിയാസിൽ നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിൽ പോയാൽ ഒരു ജനറൽ മെഡിസിൻ ആ വിഭാഗം മാത്രമേ ഉള്ളൂ. സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിനെയൊന്നും നമുക്ക് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ കാണാൻ സാധിക്കുകയില്ല. There is huge shortage of doctors, nurses, paramedical staff and medicines in primary health centers. Rural people with low income are not able to approach private sector for their medical purpose. റൂറൽ ഏരിയാസിലെ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ഇൻകം മാത്രമേ ഉള്ളൂ. ആ ഇൻകം വെച്ചിട്ട് അവർക്ക് സ്വകാര്യ മേഖലയിലെ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാക്കാൻ സാധിക്കുകയില്ല. These are the important things in rich, poor and urban rural divide. The phenomenon growth of medical infrastructure provides medical facilities, but these facilities are available only in urban areas. In rural areas, these facilities are very low and doctors prefer to work in urban areas and they feel a shortage of doctors and nurses in rural areas. Then next we can discuss about the condition of health in women, women's health. Women constitute half of the population in India, but there exists huge disparity between income, education and health facilities between male and female in our country. Female literacy is lower than male literacy. Fewer females works in organized sector. Morbidity rate is very high among women.
Then malnourishment is higher in women. Then 50% of females in the age group of 15 to 49 faces the problem of anemia. Preference for male children leads to female foeticide. These are the important condition of women's health. ഏകദേശം 50% ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ കുറവാണ്. സ്ത്രീകളുടെ സാക്ഷരതാ നിരക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നുള്ളൂ. പോഷകാഹാരക്കുറവ്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്ന ഒരു അവസ്ഥ, ഇതെല്ലാം സ്ത്രീകളെ ബാധിക്കുന്നുണ്ട്. 15 വയസ്സിനും 49 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 50% സ്ത്രീകൾക്കും അനീമിയ, അതായത് രക്തക്കുറവ് അത് ഉണ്ട്. 15നും 49നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ അസുഖം കണ്ടുവരുന്നത്. അനീമിയ എന്ന് പറഞ്ഞാൽ രക്തക്കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. Preference for male children leads to female foeticide. ഇന്ത്യയിൽ അതുപോലെ തന്നെ പെൺകുട്ടികളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആൺകുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവയെ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ത്യയിൽ കണ്ടുവരുന്നു. So we can conclude that in order to achieve economic development, we should concentrate more on social infrastructure and economic infrastructure. Social infrastructure is necessary. The development of social infrastructure is very much necessary for attaining economic development for India. We should spend more percentage of our GDP for medical treatment purpose. Dear students, please read these topics very well. Thank you.